പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് രാവിലെ മലയാള മനോരമ പത്രം ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ പേജ് 6 ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാർത്ത ഇങ്ങനെയാണ്: മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താൻ കേരള വാഴ്സിറ്റി, തീരുമാനം സിൻഡിക്കേറ്റ് യോഗത്തിൽ, AKG സെന്ററിനായി ഭൂമി കയ്യേറിയെന്ന കേസിൽ നിർണായകം. ഇതാണ് ആ വാർത്ത. സുഹൃത്തെ, ആ വാർത്തയിൽ ഇങ്ങനെയാണ് പറയുന്നത്: കേരള സർവകലാശാലയുടെ മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. പാളയത്ത് സർവകലാശാല ആസ്ഥാനത്ത് ഭൂമിയിൽ നിന്ന് അനുവദിച്ച സ്ഥലത്ത് CPM നിർമ്മിച്ച AKG സെന്ററിനായി ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ നിയമപോരാട്ടം തുടരവെയാണ് നിർണായക തീരുമാനം. ഈ നിയമപോരാട്ടം നടത്തുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നേതാവ് കൂടിയായ സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാറാണ് യോഗത്തിൽ ഈ നിർദ്ദേശം വെച്ചത്. CPM അംഗങ്ങൾ ഉൾപ്പെടെ ആരും എതിർത്തില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേട്ടോണം, CPM അംഗങ്ങൾ ഉൾപ്പെടെ ആരും എതിർത്തില്ല. ഭരണമാറ്റത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ചതോടെ UDF-നാണ് മുൻതൂക്കം. ഭൂമി കയ്യേറ്റ പരാതിയിൽ തൽസ്ഥിതി അറിയിക്കാൻ നിർദ്ദേശിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ കത്ത് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വന്നപ്പോൾ കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ ചർച്ച വേണ്ടെന്ന് CPM അംഗങ്ങൾ പറഞ്ഞു. അത് അംഗീകരിച്ചെങ്കിലും സർവകലാശാലയുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന നിർദ്ദേശം പിന്നാലെ ഉയർന്നു. അധ്യക്ഷത വഹിച്ച വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലും അതിനെ പിന്തുണച്ചു. പാളയത്തെ ആസ്ഥാനത്തിന് പുറമെ സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, PMGയിലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെൻറ്റർ, കാര്യവട്ടം ക്യാമ്പസ്, ആക്കുളത്തെ ഭൂമി എന്നിവയും അളന്ന് കയ്യേറ്റം ചെയ്യാനാണ് നീക്കം. ഇതിനായുള്ള നടപടികൾ വൈകാതെ ആരംഭിക്കും. 1977 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ കാലത്താണ് AKGക്ക് സ്മാരകമായി പഠന കേന്ദ്രീകരണം നിർമ്മിക്കാൻ സർവകലാശാല ആസ്ഥാനത്ത് ഭൂമിയിൽ നിന്ന് 2 തവണയായി 34 സെന്റ് അനുവദിച്ചത്. ഇത് പിന്നീട് CPMന്റെ ആസ്ഥാനമായി. അനുവദിച്ചതിലേറെ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നാണ് പാർട്ടിക്കെതിരായിട്ടുള്ള പരാതി. ഭൂമി അനുവദിച്ചുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം സർവകലാശാലയിൽ നിന്നും വകുപ്പിൽ നിന്നും കാണാതെയുമായിരുന്നു. സുഹൃത്തെ, ഇതാണ് ആ വാർത്ത. സുഹൃത്തുക്കളെ, ഈ വാർത്ത ഒരു നിശബ്ദ വിപ്ലവമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാം. ഇംഗ്ലീഷിൽ ഒരു സൈലന്റ് കൂ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതായത് ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ഭരണകൂടം അറിയാതെ അവിടെ ഈ പറഞ്ഞ പോലെ അട്ടിമറി നടക്കാറുണ്ട്, കൂ നടക്കാറുണ്ട്. അതാണ് കൂ എന്ന് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ ഈ കഴിഞ്ഞ ദിവസം എടുത്ത CPMകാരുടെ കൂടി അംഗീകാരത്തോടുകൂടി എടുത്ത ഈ തീരുമാനം ഒരു നിശബ്ദ വിപ്ലവം അല്ലെങ്കിൽ ഒരു സൈലന്റ് കൂ ആണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ആ അട്ടിമറിക്ക് നേതൃത്വം നൽകിയത് ഞാനിതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ നേരവകാശിയായി പോലും ഞാൻ വിശേഷിപ്പിച്ച RS ശശികുമാർ എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാവ്യനീതിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ആ മനുഷ്യൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ AKG സെന്ററിന്റെ ഭൂമി കയ്യേറിയതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഗവർണർക്ക് കൊടുത്തൊരു കത്ത് അത് വൈസ് ചാൻസലർ വഴി സിൻഡിക്കേറ്റിൽ വരുന്നു. ആ കത്തിന്മേലാണ് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണം എന്ന് ശ്രീമാൻ RS ശശികുമാർ തന്നെ ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ് ഒരു കാവ്യനീതി, ഒരു പൊയറ്റിക് ജസ്റ്റിസ് ആണ് എന്ന് ഞാൻ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. കാരണം ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഗവർണർക്ക് പരാതി കൊടുക്കുന്നു. ഈ ഭൂമി കയ്യേറിയതാണോ എന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആളാണ് കക്ഷിയായിട്ടുള്ള ശ്രീമാൻ RS ശശികുമാർ. ആ RS ശശികുമാറിൻ്റെ പരാതിയിന്മേൽ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യമുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് CPMന്റെ ആസ്ഥാന മന്ദിരം ഇരിക്കുന്ന സ്ഥലം കയ്യേറിയതാണോ എന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സൈലന്റ് കൂ അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്കണം. ഏറ്റവും വലിയ തമാശ എന്താ? CPMന്റെ അംഗങ്ങൾ പോലും അത് സമ്മതിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം CPM അംഗങ്ങളൊക്കെ ഒന്ന് എതിർത്തു. കാരണം RS ശശികുമാർ കൊടുത്ത പരാതി, ആ പരാതി RS ശശികുമാർ കൂടി ഇരിക്കുന്ന യോഗത്തിൽ എങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയാതുകൊണ്ട് RS ശശികുമാർ പുറത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞൊരു ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ RS ശശികുമാർ പറഞ്ഞു ശരിയാണ്, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ സർവകലാശാലയുടെ ഭൂമി കയ്യേറിയത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ എന്ന് അദ്ദേഹം വികാരാധീനനായി അവിടെ പറഞ്ഞപ്പോൾ ഈ പൊട്ടന്മാരായിട്ടുള്ള CPMന്റെ അംഗങ്ങൾക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഇനി സംഭവിക്കാൻ പോണ എന്താ? CPM അംഗങ്ങളുടെ കൂടി അംഗീകാരമുള്ള ഈ തീരുമാനം ഇനി നടപ്പിലാക്കാൻ പോവുക. ഈ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കയ്യേറിയതാണോ ഇല്ലയോ എന്നിട്ടുള്ളത് അളക്കാൻ പോവുക. അപ്പോൾ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നടന്നിരുന്നു. ഒന്ന്,
സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു വെള്ളനിലം എന്ന് പറയുന്ന അദ്ദേഹം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നപ്പോൾ അളക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും CPM-കാർ പാട്ടാലും പ്രശ്നം ഉണ്ടാക്കി, വലിയ സംഘർഷം ഉണ്ടാക്കി, അളക്കാൻ പറ്റാതെ പോയി. 1987 നിയമസഭയിൽ ഈ വിഷയം വന്നു. ഭൂമി കയ്യേറിയാണെന്നും പറഞ്ഞു വന്ന ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നീ ചന്ദ്രശേഖരൻ നേരെ കൊടുത്തൊരു മറുപടിയുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അനുവാദമില്ലാതെ ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി CPM-കാരല്ലേ ഭരിക്കുന്നത്, അവിടെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 1987 മുതൽ കിടക്കുന്നതാണ് ഈ അനധികൃത ഭൂമിയുടെ ഈ പ്രശ്നം. അന്ന് മുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ്, കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിൽ CPM-നായിരുന്നു ആധിപത്യം. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെല്ലാം അവരുടെ നേതൃത്വത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. സിൻഡിക്കേറ്റിൽ UDF-ന് ഭൂരിപക്ഷമായി. സിൻഡിക്കേറ്റിലെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും അവരുടെ നിയന്ത്രണത്തിലായി. ആ നിയന്ത്രണത്തിലായപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? CPM-ന്റെ ആസ്ഥാനം സംബന്ധിച്ച് ഭൂമി അളന്ന് തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. CPM-കാർക്ക് പോലും എതിർപ്പില്ല. അത് അളന്ന് തീരുമാനിച്ച് CPM-ന്റെ ആസ്ഥാനം AKG സെൻറ്ററിൻ്റെ ഭൂമി കേരള സർവകലാശാലയിൽ നിന്ന് കയ്യേറിയതാണ് എന്ന് വന്നാലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക്. AKG സെൻറ്റർ ഇരിക്കുന്ന ഭൂമി കയ്യേറ്റ ഭൂമിയാണ്, അത് CPM കയ്യേറിയതാണ് എന്ന് തീരുമാനിക്കപ്പെട്ടുള്ള അവസ്ഥ ഭീകരമായിരിക്കില്ല സുഹൃത്തുക്കളെ? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ കേസ് കിടപ്പുണ്ട്. RS ശശികുമാർ തന്നെയാണ് ആ കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസിലൊക്കെ CPM-ന് മസ്തകത്തിന് അടിയല്ലേ കിട്ടാൻ പോകുന്നത്. ഇനി CPM-ന് ഇതിനെ എതിർക്കാൻ കഴിയുമോ? കാരണം സിൻഡിക്കേറ്റിലെ CPM അംഗങ്ങൾ കൂടി സമ്മതിച്ചിട്ടുള്ളതാണ് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മൾ ഈ RS ശശികുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യൻ്റെ ഒരു ബുദ്ധി കൂർമ്മത നമ്മൾ അംഗീകരിക്കേണ്ടത്. കാരണം അദ്ദേഹം കൊടുത്ത പരാതിയാണ് വന്നിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബോളുണ്ടാക്കിയപ്പോൾ അദ്ദേഹം വളരെ തന്ത്രപരമായി പറഞ്ഞു. ശരിയാണ്, പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി നമ്മളുടെ എല്ലാം കൂടെ അല്ലേ കേരള യൂണിവേഴ്സിറ്റി, നമ്മുടെ ഭൂമി കയ്യേറിയത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ AK സെൻറ്ററിൻ്റെ ഭൂമി മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഭൂമി കയ്യേറിയിട്ടുണ്ട്, അതെല്ലാം കൂടി ഒന്നുകൂടി അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം വളരെ തന്ത്രപരമായി AK സെൻറ്ററിൻ്റെ ഭൂമി മറ്റു ഭൂമികളെല്ലാം കൂടി ഒരുമിച്ച് ക്ലബ് ചെയ്ത് അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. ഇതിലൂടെ CPM-ന് ഒരടിയാണ് RS ശശികുമാർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് കയ്യേറ്റ ഭൂമിയാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ രേഖകളെല്ലാം സർക്കാർ വകുപ്പുകളിൽ നിന്നെല്ലാം കാണാതെ പോയത്. പക്ഷേ അളന്ന് തിട്ടപ്പെടുത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇത് അനധികൃതമാണോ അല്ലേന്ന്. അപ്പോൾ പിന്നെ രേഖകളുടെ ആവശ്യമില്ലല്ലോ. ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ അനുവദിക്കാതിരിക്കുകയായിരുന്നല്ലോ സിൻഡിക്കേറ്റ് ഇതുവരെ. CPM ഇതുവരെ ഇനിയിപ്പോൾ അത് അനുവദിച്ചിരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത RS ശശികുമാറിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. യഥാർത്ഥത്തിൽ ഇത് VD സതീശനും സർക്കാരിനുമുള്ളൊരു സൂചനയാണെന്ന് നമ്മൾ കാണണം. ഒരു രാഷ്ട്രീയ സംവിധാനം മാറി വേറൊരു രാഷ്ട്രീയ സംവിധാനം വന്നാൽ അതിന് മുമ്പുള്ള രാഷ്ട്രീയ സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ അനധികൃത നടപടികളും പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് പുതിയതായി അധികാരത്തിൽ വരുന്ന ആ സംവിധാനത്തിൻ്റെ പ്രാഥമിക ചുമതല എന്നുള്ള സന്ദേശം RS ശശികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് VD സതീശൻ കൂടി നൽകുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. VD സതീശനും ഇതിനകത്ത് പാഠങ്ങൾ പഠിക്കാനുണ്ട്. കാരണം 2 മാസമായി അധികാരത്തിൽ വന്നിട്ട് പഴയ സർക്കാരിൻ്റെ ഒരു ദുശ്ചെയ്തികളും തിരുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. ആ സ്ഥാനത്താണ് RS ശശികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റ് വന്നിട്ട് ആ സിൻഡിക്കേറ്റിൽ പതിറ്റാണ്ടുകളായി അധികാരത്തിലിരുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള ആ സംവിധാനം ചെയ്തിട്ടുള്ള ദുഷ്പ്രവർത്തികളെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് VD സതീശൻ കൂടി ഇത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് CPM-ന്റെ ആസ്ഥാനമായിട്ടുള്ള AKG സെൻറ്റർ ഇരിക്കുന്ന ഭൂമി സർവകലാശാലയിൽ നിന്ന് കയ്യേറിയതാണെന്ന് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത് ചിലപ്പോൾ ആ ഭൂമിയിൽ ആ കെട്ടിടത്തിൻ്റെ ഭാഗമൊക്കെ പൊളിച്ചു കളയേണ്ട സ്ഥിതി വരില്ലേ സുഹൃത്തുക്കൾ? എന്ന് ആലോചിക്കുക എത്ര ഭീകരമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നിശബ്ദ വിപ്ലവമാണ്, ഇതൊരു സൈലന്റ് കൂ ആണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്ത RS ശശികുമാറിന് ഒരു കുതിര പവൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ തന്ത്രപരമായി കരുക്കൾ നീക്കുന്ന ഒരു വ്യക്തിയാണ് ശശികുമാർ എന്ന് തെളിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ്സുകാരൊക്കെ ഈ RS ശശികുമാറിൽ നിന്ന് ഒരു പിടി പാഠങ്ങൾ, കോൺഗ്രസ്സുകാർ മുതൽ VD സതീശൻ വരെയുള്ളവർ ഈ RS ശശികുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യരിൽ നിന്ന് ഒരു പിടി പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM-കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, CPM-കാരുടെ ദുഷ്ചെയ്തികൾക്കെതിരെ എങ്ങനെ പോരാടണമെന്ന് RS ശശികുമാറിൽ നിന്നാണ് ഇവരൊക്കെ പാഠങ്ങൾ പഠിക്കേണ്ടത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോടും ജനങ്ങളോടും കോൺഗ്രസിൻ്റെ അണികളോടും നേതാക്കന്മാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.